ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദ്ഖുലീ ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ 7 വിഷയങ്ങളാണ് നാം പറഞ്ഞു തീർന്നത്. 8ാമത്തെ വിഷയം അൽ മുഹാസബത്ത് അഥവാ കണക്ക് നോക്കൽ എന്നതാണ്. ഹിസാബും മുഹാസബത്തുമൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. കണക്ക് നോക്കാത്ത മനുഷ്യന്മാർ ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കണക്ക് നോക്കുക എന്നത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്.
വളരെ പ്രധാനപ്പെട്ട, അത്യധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്. മുഹാസബത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സർവ്വവിധ സൗഭാഗ്യവും നന്മയും കുടികൊള്ളുന്നത് ഈ മുഹാസബത്തിലാണ്. പ്രത്യേകിച്ച് മനസ്സിൻ്റെ വിചാരണ, മനസ്സിൻ്റെ കണക്ക് നോക്കൽ വളരെ സുപ്രധാനമായ ഒന്നാണ്. എണ്ണുക, കണക്കാക്കുക എന്നൊക്കെയാണ് ഹിസാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാങ്കേതികമായി മുഹാസബത്ത് എന്ന് ഖൽബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴുള്ള നിർവചനം ഇമാം മാവറദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് അൻ യതസഫഹൽ ഇൻസാനു ഫീ ലൈലിഹി മാ സദറ മിൻ അഫ്ആലി നഹാരിഹി ഫഇൻ കാന മഹ്മൂദൻ അംദാഹ് വഅത്ബഅഹു ബിമാ ശാക്കലഹു വദാഹാ വഇൻ കാന മദ്മൂമൻ ഇസ്തദ്റകഹു ഇൻ അംകന വഇൻ ലം യുംകിൻ ഫയത്ബഅഹാ ബിൽ ഹസനാതി ലിതക്ഫീരിഹാ വയൻതഹി അൻ മിസ്ലിഹാ ഫിൽ മുസ്തഖ്ബൽ. ഇമാം മാവറദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന നിർവചനം എന്താണ്? മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ അൻ യതസഫഹൽ ഇൻസാനു ഫീ ലൈലിഹി മാ സദറ മിൻ അഫ്ആലി നഹാരിഹി, രാത്രിയിൽ തൻ്റെ ഇന്നലെയുടെ ജീവിതത്തിലെ പേജുകൾ മറിച്ചു നോക്കലാണ്. താൻ പകൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പേജുകൾ. എന്തൊക്കെയാണ് താൻ പകല് പ്രവർത്തിച്ചത് എന്ന് ശാന്തമായ രാത്രിയിൽ, ശാന്തമായ അന്തരീക്ഷത്തിൽ ആ പകലിലെ ജീവിതത്തിൻ്റെ പേജുകൾ മറിച്ചു നോക്കൽ. എന്നിട്ട് ആ പേജുകൾ മറിച്ചു നോക്കി ആ പേജുകളിലെ കണ്ണോടിക്കുമ്പോൾ, ആ പേജുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ സംതൃപ്തനാണെങ്കിൽ, സന്തുഷ്ടവാനാണെങ്കിൽ, ഖേദിക്കാനോ പ്രയാസപ്പെടാനോ ഒന്നുമില്ലെങ്കിൽ അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുക. അല്ല, ആ പേജുകൾ മറിച്ചു നോക്കുമ്പോൾ തൻ്റെ മനസ്സിന് വല്ല വിങ്ങലുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുവെങ്കിൽ, താൻ ചെയ്യേണ്ടതല്ല ഈ പകലിൽ താൻ ചെയ്തത് എന്ന തോന്നൽ അനുഭവപ്പെടുന്നുവെങ്കിൽ അവയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക. സാധ്യമല്ല എങ്കിൽ, പിടിച്ചാൽ കിട്ടാത്തവയാണ് എങ്കിൽ, തൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്ന താൻ ചെയ്ത പകലിലെ പ്രവർത്തനങ്ങൾ തനിക്ക് പോലും പിടിച്ചു കെട്ടാൻ പറ്റാത്തതാണ്, അത്രമാത്രം ശക്തമായ തിന്മയാണ്, ദോഷമാണ് എങ്കിൽ നന്മകളെ വർദ്ധിപ്പിക്കുക. എന്നിട്ട് ആ നന്മകളിലൂടെ ആ തിന്മയെ അതിജയിക്കുക. ഇതാണ് മുഹാസബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം മാവറദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ധാരാളം സാങ്കേതികമായ നിർവചനങ്ങൾ ഇതിന് കാണാം. എല്ലാം ഏകദേശം ഈ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി നാം ഇതിനെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണ ചെയ്യുമെന്നത് നേരാണ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സൂറത്തുൽ മുജാദലയിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അല്ലാഹു മനുഷ്യർ പ്രവർത്തിച്ചത് മുഴുവൻ കൃത്യമായി കണക്കാക്കും, കൃത്യമായി ക്ലിപ്തപ്പെടുത്തും. പക്ഷേ വനസൂ, മനുഷ്യൻ അതൊരു പക്ഷേ വിസ്മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അവൻ മനുഷ്യൻ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ് റബ്ബ് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി അവയെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും എന്ന് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, യൗമഇദിൻ യസ്തുറുന്നാസു അഷ്താതൻ ലിയറൂ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. തന്റെ പ്രവർത്തനങ്ങളുടെ ഫലമെന്ത് എന്ന് കാണാൻ വേണ്ടി റബ്ബ് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസത്തെ അവസ്ഥ, ഒരു ചെറിയ നേരിയ നന്മയാണ് താൻ ചെയ്തതെങ്കിൽ, അണുമണി തൂക്കമുള്ള നന്മയാണെങ്കിൽ പോലും അതവൻ കാണും. അതുപോലെ തന്നെ തിരിച്ചും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, അത് ഖൈറല്ല ശർറാണെന്ന് വെക്കുക എങ്കിൽ അത് കാണേണ്ടി വരും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. സഹോദരങ്ങളെ ഓർക്കുക, ഈ മുഹാസബത്ത് നടത്താൻ, തന്നെ താനൊരു വിചാരണ നടത്താൻ, തന്റെ ജീവിതത്തിലെ പകലുകളുടെ പേജുകളിൽ രാത്രി ഒന്ന് മറിച്ചു നോക്കാൻ തന്നെ പ്രേരിപ്പിക്കേണ്ട വസ്തുത
യൗമ തജിദു കുല്ലു നഫ്സിൻ മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിലൂടെ പഠിപ്പിക്കുന്നു, ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന്റെ പ്രത്യേകത തജിദു കുല്ലു നഫ്സ്, ഓരോ ആത്മാവും താൻ പ്രവർത്തിച്ചത് താൻ പ്രവർത്തിച്ചത് കാണുന്ന ദിവസമാണ്. മിൻ ഖൈരിൻ, നന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് കാണും. മുഹ്ദറ, ഒരു റിക്കാർഡായി അവന്റെ മുമ്പിൽ വരും. വമാ അമിലത് മിൻ സൂ, തിന്മ പ്രവർത്തിച്ചാൽ അതും അവൻ കാണേണ്ടി വരും. തന്റെ മുമ്പിൽ അത് കാണുന്ന ദിവസം തവദ്ദു, ഓരോരുത്തരും കൊതിച്ചു പോകും. ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, താൻ ഈ പ്രവർത്തിച്ച തിന്മയുടെയും ഇടയിൽ ദീർഘമായ ഒരവധി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹു പറയുന്നു, അല്ലാഹു ഈ കാര്യം അതിശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ, വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അടിമകളോട് ദയയുള്ളവനാണ് റബ്ബ് എന്നതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഓർക്കുക, ഇങ്ങനെ ഒരു ദിവസത്തെ നമ്മളൊക്കെ സംബോധന ചെയ്യേണ്ടി വരും. ഒരു സംശയവുമില്ല, ഈ മുഹാസബത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും ശക്തമായ രൂപത്തിൽ പഠിക്കുന്നതിൽ നിന്നാണ്. നമുക്കറിയാം, അള്ളാഹു റഖീബാണ്, അള്ളാഹു മുഹൈമിനാണ്, അള്ളാഹു മുത്തലിആണ്, അള്ളാഹു ഖബീറാണ്. അള്ളാഹു മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി കാണുന്നവനും നിരീക്ഷിക്കുന്നവനും മനസ്സിലാക്കുന്നവനും ഒക്കെയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അസ്മാകൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, കൃത്യമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഒന്നുപോലും ഇടവിട്ടു പോകാതെ രേഖപ്പെടുത്തി വെക്കാവുന്ന മലക്കുകളെ പടച്ച റബ്ബ് നിയോഗിച്ചിട്ടുണ്ട്. വബുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു സത്യമായ വസ്തുത, നമ്മൾക്കൊക്കെ ബോധ്യമായ വസ്തുത. വവജദൂ മാ അമിലു ഹാദിറ, ആ ആയത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓരോ മനുഷ്യനും വിരൽ കടിച്ചുകൊണ്ട് തന്റെ ഗ്രന്ഥം താൻ പ്രവർത്തിച്ചതിന്റെ രേഖ ലഭിക്കുമ്പോൾ കൈ കടിച്ചുകൊണ്ട് പറയുന്ന രംഗമാണ്, എന്തുപറ്റി ഈ ഗ്രന്ഥത്തിന്, ഒന്നും വിട്ടേച്ചു പോയില്ലല്ലോ എന്ന് പറയുന്ന ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത വവജദൂ മാ അമിലു ഹാദിറ, താൻ പ്രവർത്തിച്ച മുഴുവൻ രേഖയായി ഹാജരാക്കപ്പെടുന്ന ദിവസം. വലാ യളിമു റബ്ബുക അഹദാ, ഇല്ല, നിങ്ങളുടെ റബ്ബ് ഒന്നും കടത്തിക്കൂട്ടി നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയില്ല. സംശയമില്ല സഹോദര, മുഹാസബത്ത് വരേണ്ടത് ഇതിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ മുഹാസബത്ത്, ഈ ഒരു കണക്ക് നോക്കൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ്, തമാശക്ക് പടച്ചതാണെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതിയോ? അതെ, മടങ്ങിപ്പോകുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ്, മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് നമുക്ക് മുഹാസബത്ത് വരേണ്ടത്. സഹോദരങ്ങളെ, ഈ മുഹാസബത്തു നഫ്സ് ഉണ്ടല്ലോ, ഇത് വിശ്വാസികളുടെ മാർഗമാണ്, മുവഹിദുകൾ സ്വീകരിക്കേണ്ട മാർഗമാണ്, ഖാശിഈങ്ങളുടെ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ അടയാളമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിനെ, തന്റെ ജീവിതത്തെ ഈ രൂപത്തിൽ പാതിരാക്കി വിചാരണ നടത്തി താൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് റബ്ബിനോട് പാപമോചനം തേടേണ്ടവനാണ്. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, മനസ്സിന്റെ അപകടം അതിശക്തമാണ്. മനസ്സിന്റെ അപകടം അതിശക്തമാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അപകടമാണ് മനസ്സ് വരുത്തി വെക്കുക. മനസ്സിന്റെ രോഗം കഠിനമാണ്. മനസ്സിന്റെ തന്ത്രം ശക്തമാണ്. മനസ്സ് നമുക്കുണ്ടാക്കാൻ വിചാരിക്കാവുന്ന തിന്മ നമുക്കൊരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത വിധം നമ്മെ അടക്കി ഭരിക്കാൻ പോന്നതാണ്. നമുക്കറിയാം, മനസ്സെന്ന് പറഞ്ഞാൽ
എന്നാൽ അമ്മാറത്തും ബിസ്സൂ, സദാസമയവും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മയ്യാലത്തുൻ ഇലൽ ഹവാ, പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു, ഇച്ഛയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇച്ഛ ഏതാണോ, മനുഷ്യനെ ദേഷ്ടം ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനസ്സ്. മാത്രമല്ല പലപ്പോഴും അല്ല, ഭൂരിഭാഗം സന്ദർഭങ്ങളിലും അവിവേകത്തിലേക്കാണ് മനസ്സ് ക്ഷണിക്കുക. മനസ്സ് സഹോദരങ്ങളെ മനുഷ്യനെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമാണ് നയിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക, നമുക്ക് ഈ വിചാരണ നടത്തണം, മുഹാസബത്ത് നടത്തണം. ആ മുഹാസബത്ത് നടത്താത്ത മനുഷ്യൻ പരാജിതനാണ്. നാം ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മുഹാസബത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സ്നേഹത്തോടു കൂടിയാണ് വിളി. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോ മനസ്സും ചിന്തിച്ചു കൊള്ളട്ടെ. ആഗ്രഹം എന്താണ് തൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ചിന്ത, അതാണ് മുഹാസബത്ത്. സഹോദര, നാം മനസ്സിലാക്കണം, നാം ആയി പോകരുത് ഈ മുഹാസബത്തിനെ കുറിച്ച് വിചാരമില്ലാതെ, ഓർമ്മയില്ലാതെ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ വിസ്മരിച്ചു കളയുന്നവരെ പോലെ നാം ആയിപ്പോകരുത്. അങ്ങനെ നാം വിചാരണയില്ലാതെ, ഈ രൂപത്തിൽ കണക്ക് നോക്കലുകളില്ലാതെ, മുഹാസബത്തില്ലാതെ പടച്ച റബ്ബിനെ മറന്നാൽ ഫഅൻസാഹും അൻഫുസഹും, നമുക്കറിയാം അതിന്റെ പരിണത ഫലം അതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തെക്കുറിച്ച് കണക്ക് നോക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. എന്നിട്ട് സഹോദര, കണക്ക് നോക്കിയിട്ട് വല്ല അബദ്ധവും ജീവിതത്തിൽ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കുക, അബദ്ധത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുക, തൗബ ചെയ്യാൻ ശ്രമിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യാൻ ശ്രമിക്കുക. ഈ അബദ്ധത്തിലേക്ക് ഞാൻ നാളെയും പോകാൻ കാരണമാകുന്ന വല്ലതും തന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക, ആ വഴിക്ക് പിന്നീട് പോകാതിരിക്കുക. അതാണ് യഥാർത്ഥ മാർഗം, അതാണ് ബുദ്ധിയുള്ളവൻ സ്വീകരിക്കേണ്ട മാർഗം. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബുദ്ധിയുള്ളവരാണല്ലോ നാം. നമ്മളൊരു കച്ചവടം ചെയ്യുന്നു എന്ന് വെക്കുക, ഒരു പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിലുള്ള കച്ചവടം, കൂറ് കച്ചവടം. എന്താണ് നാം ചെയ്യുക? കൂറ് കച്ചവടം നടത്തുന്ന ഓരോരുത്തരും കണക്ക് നോക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കൂറ് കച്ചവടക്കാരൻ തന്റെ പാർട്ട്ണറെ ഭയപ്പെടുന്നു, പേടിക്കുന്നു, അവനെ സംശയിക്കുന്നു, അവന്റെ കണക്ക് നോക്കുന്നു. നോക്കൂ നിങ്ങൾ, മനുഷ്യരായ നാം, നമുക്കറിയാം ഒരുപാട് കൂറുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്തുകൊണ്ടാണ് നമുക്ക് കണക്ക് നോക്കാൻ സാധിക്കാത്തത്? കച്ചവടത്തിൽ കണക്ക് നോക്കുന്ന മനുഷ്യൻ, ജീവിതത്തിന്റെ ഓരോ സംഗതികളിലും കണക്ക് നോക്കുന്ന മനുഷ്യൻ, ശമ്പളം കിട്ടിയാൽ ബാക്കിയും എത്ര ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടി ചെലവഴിക്കുന്ന മനുഷ്യൻ, അതിനൊക്കെ പ്ലാനും പദ്ധതി ഉണ്ടാക്കുന്ന മനുഷ്യൻ. പക്ഷേ മനുഷ്യന് സാധിക്കുന്നില്ല, ഈ വിഷയത്തിൽ മാത്രം കണക്ക് നോക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. അല്ല, നമുക്ക് മാറാൻ സാധിക്കണം സഹോദര. സൂക്ഷ്മമായ വിശകലനമാണ് ഈ കണക്ക് നോക്കലിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ കേൾക്കലിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ എല്ലാറ്റിലും, നമ്മുടെ ചലനത്തിലും നിശ്ചലതയിലും സകലമാന രംഗത്തും നമുക്ക് കണക്ക് നോക്കാൻ സാധിക്കണം. ഞാനൊരു സംഭവം പറയട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രി, അവര് പറയുന്നു, ഖാല ലഹാ ഇൻദൽ മൗത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തിലേക്ക് ആസന്നനായ സമയത്ത് അദ്ദേഹം പറയുകയാണ്, മാ അഹദ മിനൻ നാസ് അഹബ്ബു ഇലയ്യ മിൻ ഉമർ. അദ്ദേഹത്തിന്റെ വാചകം, എനിക്ക് ഉമറിനേക്കാൾ അഹബ്ബായ, ഹുബ്ബ് എന്നത് സ്നേഹത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണെന്ന് നിങ്ങൾക്കറിയാം. ഉമർ ബിൻ ഖത്താബിനേക്കാൾ സ്നേഹമുള്ള ഒരുത്തനും എന്റെ ജീവിതത്തിലില്ല. എനിക്ക് അദ്ദേഹത്തോടാണ് ഏറ്റവും കൂടുതൽ ഹുബ്ബ് എന്ന് അബൂബക്കർ സിദ്ദീഖ് മരണവേളയിൽ പറയുന്നു. പക്ഷേ ആയിഷ ബീവി ഇത് മുഴുവൻ കേട്ടില്ല. അവര് ചോദിച്ചു, കൈഫ ഖുൽത്, എന്താണ് പിതാവേ അങ്ങ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അദ്ദേഹം ആവർത്തിച്ചു. പക്ഷേ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിനൊരു മാറ്റം വന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് മാ അഹദ മിനൻ നാസി ലാ അഹദ മിനൻ നാസി അഅസ്സ അലയ്യ മിൻ ഉമർ.
അഅസ്സ അലയ്യ മിൻ ഉമർ. ഹബീബ് എന്ന് സ്നേഹിതന് അറബിയിൽ പറയും, അസീസ് എന്നും അറബിയിൽ സ്നേഹിതന് പറയും. ആ വാക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അസീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, തന്റെ ജീവിതത്തിലെ എല്ലാമായവനാണ് അസീസ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മരണവേളയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് ഒരു വാക്കിൽ കാണിച്ച സൂക്ഷ്മത യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണം. അത് കണക്ക് നോക്കലിൽ നിന്ന് വന്ന സൂക്ഷ്മതയാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്ന വസ്തുത നാം പഠിക്കുക. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, അൽ മുഅ്മിനു ഖവ്വാമുൻ അലാ നഫ്സിഹി. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം മനസ്സിനെ പിടിച്ചു കെട്ടുന്നവനായിരിക്കണം, നിയന്ത്രിക്കുന്നവനാകണം. മനസ്സിന്റെ ഭരണാധികാരിയാകാൻ മുഅ്മിന് സാധിക്കണം. എങ്ങനെയാണത്? യുഹാസിബുഹാ ലില്ലാഹ്. വിശ്വാസി തന്റെ മനസ്സിനെ പടച്ച റബ്ബിന് വേണ്ടി വിചാരണ നടത്തണം. എന്നിട്ട് വഇന്നമാ ഖഫൽ ഹിസാബ് അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും ഫിദ്ദുനിയ. ഹസനുൽ ബസരി പഠിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ലഘുവായ വിചാരണ കിട്ടുക ആർക്കാണെന്നോ? അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും. ഈ ലോകത്ത് വെച്ച് സ്വയം വിചാരണ നടത്തിയ സമൂഹത്തിനാണ്. വഇന്നമാ ഷഖൽ ഹിസാബു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ കഠിനമായ ഹിസാബിനെ നേരിടേണ്ടി വരിക ആരായിരിക്കുമെന്നോ? അലാ ഖൗമിൻ അഖദു ഹാദൽ അംറ അലാ ഗൈരി മുഹാസബ. ജീവിതത്തെ ഒരു തരത്തിലുള്ള വിചാരണയും നടത്താതെ വിട്ടവനായിരിക്കും എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടി ഹസനുൽ ബസരി പറഞ്ഞു തരുന്നു. സഹോദരാ, ഓർക്കണം, പടച്ച റബ്ബിന്റെ പക്കലുള്ള ശക്തമായ വിചാരണ നമുക്ക് കിട്ടേണ്ടത് ഹിസാബൻ യസീറ എന്ന ലഘുവായ വിചാരണയാണ്. കടുത്ത വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള കടുത്ത വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിന്റെ കണക്കൊന്ന് നോക്കാൻ സാധിക്കണം. ഓരോ ദിവസവും ഇമാം മാവർദി വിശദീകരിച്ചു പോതുപോലെ ഓരോ ദിവസവും അന്നത്തെ പകലിലെ തന്റെ ജീവിതത്തിലെ പേജുകളൊന്ന് പാതിരാത്രിയിൽ മറിച്ചു നോക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കണം. സഹോദരാ, എന്നിട്ട് ഹസനുൽ ബസരി തുടർന്ന് പറയുന്നു, അൽ മുഅ്മിനു യഫ്ജഉഹു ശൈഉ യുഅ്ജിബുഹു. ഒരു മനുഷ്യൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസി എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ അവൻ പെട്ടെന്ന് കാണും, അവനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അവന് കൗതുകമുണ്ടാക്കുന്ന കാര്യം. ഫയഖൂൽ. പക്ഷേ ആ കൗതുകമുണ്ടാക്കുന്ന കാര്യത്തെ പെട്ടെന്ന് കാണുന്ന മുഅ്മിനായ മനുഷ്യൻ കൗതുകമുള്ളതാണല്ലോ, തനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ, തന്റെ മനസ്സിനും ശരീരത്തിനും സന്തോഷം ജനിപ്പിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചത് വാരി പുണരുകയില്ല, അതിന്റെ പിന്നാലെ പോവുകയില്ല. അവൻ ആ വസ്തുവിനോട് പറയും, വല്ലാഹി ഇന്നക തുഅ്ജിബുനി വ ഇന്നക മിൻ ഹാജതി. എനിക്കറിയാം നീ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളവനാണ്, ഈ സാധനം എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ്. പക്ഷേ ആ മുഅ്മിനായ മനുഷ്യൻ ആ വസ്തുവിനെ കുറിച്ച് പറയുക, വലാകിൻ ഹൈഹാത്ത് ഹൈഹാത്ത് ഹീലി ബൈനി വ ബൈനക. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കേണ്ടത് ഒരുപക്ഷെ നമുക്ക് മനസ്സാഗ്രഹിച്ച സാധനമായിരിക്കാം, കൗതുകമുള്ളതായിരിക്കാം, ഇംഗിതമുള്ളതായിരിക്കാം, ഇഷ്ടമുള്ളതായിരിക്കാം, സന്തോഷമുള്ളതായിരിക്കാം. പക്ഷേ അത് എന്റെ ജീവിതത്തിന് വേണ്ട മാറണം, പോകണമെന്ന് ആ സാധനത്തോട് പറയുന്നവനാണ്, ആ വസ്തുവിനോട് പറയുന്നവനാണ്, ആ സംസ്കാരത്തോട് പറയുന്നവനാണ്, ആ വ്യക്തിയോട് പറയുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് സഹോദര വിചാരണയുടെ ഒരു സാമ്പിൾ. ഇതാണ് വിചാരണയുടെ ഒരു സാമ്പിൾ. നമ്മളൊരു കാര്യം പുതിയത് കാണുമ്പോൾ, പുതിയ വസ്തു കാണുമ്പോൾ, പുതിയ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ തനിക്കത് പറ്റുമോ ഇല്ലയോ എന്ന് അതിശക്തമായ രൂപത്തിൽ വിചാരണ നടത്തിയിട്ട് തനിക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അത് തന്റെ പരലോകത്തേക്ക് ഗുണം ചെയ്യുന്നതല്ലെങ്കിൽ അതിനോട് രാജി പറയാൻ സാധിക്കുന്നവനാണ് വിശ്വാസി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലായിരിക്കണം മനുഷ്യൻ. കൗതുകമുള്ള എന്തിനേയും, ഇഷ്ടപ്പെടുന്ന എന്തിനേയും വാരിപ്പുണരുന്നവനല്ല ബുദ്ധിമാൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറിച്ച് എന്തായിരിക്കണം നാം ചിന്തിക്കേണ്ടത്? നമ്മുടെ മസ്ലഹത്ത്, പരലോകത്തിലുള്ള നമ്മുടെ മസ്ലഹത്തായിരിക്കണം. ആ ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയട്ടെ, സമിഅ്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൗമൻ വഖദ് ഖറജ വഖറജ്തു മഅഹു ഹത്താ ദഖല ഹായിത. ഞാൻ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എങ്ങനെയാണ് പറയുന്ന രംഗമെന്നോ? ഞാൻ പുറത്തേക്ക് വന്നു, അദ്ദേഹം പുറത്തേക്ക് പോയി, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ വന്നു. അങ്ങനെ ഹത്താ ദഖല ഹായിതൻ, അദ്ദേഹം ഒരു മറക്കുള്ളിലേക്ക്, ചുമരിനുള്ളിലേക്ക് പ്രവേശിച്ചു.
അവിടെ ഞാനും അദ്ദേഹവും പരസ്പരം കാണുന്നില്ല. ഫസമിഅ്തുഹു യഖൂൽ, എന്റെ ശ്രദ്ധ അദ്ദേഹത്തിൽ നിന്ന് വിട്ടു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ, അഥവാ ഒരു മതിലും ഞാനും അദ്ദേഹത്തിനിടയിൽ മറയായി മാറിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. യാ അമീറൽ മുഅ്മിനീൻ ബഖിൻ ബഖിൻ വല്ലാഹി ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നക. സഹോദര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ കൂടെയുള്ള അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ തന്നിൽ നിന്ന് മാറി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? യാ അമീറൽ മുഅ്മിനീൻ. അദ്ദേഹം തന്റെ മനസ്സിനോടാണ് വിചാരണ നടത്തുന്നത്, സ്വയം സംവദിക്കുകയാണ്. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവെന്ന് പറയുന്നവനെ, എന്ത് പറ്റി? വല്ലാഹി ലതത്തഖിയന്നല്ലാഹ്. എടോ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ കേട്ടോ. അല്ലാഹുവാണേ സത്യം, അല്ലാഹുവിനെ സൂക്ഷിച്ചോ. ഔ അല്ലെങ്കിൽ ലയുഅദ്ദിബന്നക, നിന്നെ അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും കേട്ടോ എന്ന് സ്വന്തം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആരും കാണാത്ത സന്ദർഭത്തിൽ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. സഹോദര, നാം ഓർക്കണം, അമീറുൽ മുഅ്മിനീൻ എന്ന പട്ടമുള്ള വിശ്വാസികളുടെ നേതാവായ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരുമില്ലാത്ത സന്ദർഭത്തിൽ, ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ മനസ്സിനോട് ഈ വിധമുള്ള ഒരു വിചാരണ നടത്തിയെങ്കിൽ, സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ അവസ്ഥ? ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി പറയട്ടെ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ എന്ന് പറയുന്ന മുസ്ലിമിന്റെ മനസ്സുണ്ടല്ലോ, ആ ആയത്ത് ഓതുമ്പോൾ കുറ്റപ്പെടുത്തുന്ന മനസ്സുകൊണ്ട് ഇതാ സത്യം ചെയ്യുന്നു എന്ന് പറയുന്ന മനസ്സ്, ഏതാണത്? യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ലാ യുൽഖിൽ മുഅ്മിൻ ഇല്ലാ വഹുവ യുആതിബു നഫ്സഹു. മുസ്ലിമായ മനുഷ്യരെ, വിശ്വാസികളെ ചിന്തിച്ചോ, ഏത് സന്ദർഭത്തിലും നാം കഴിഞ്ഞു പോകേണ്ടത് നമ്മുടെ മനസ്സിനെ നാം സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കണം, ആക്ഷേപിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മെ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, അല്ലല്ലോ? ഒരു കടുത്ത വാക്ക്, ശക്തിയുള്ള വാക്ക് പറഞ്ഞാൽ അതുപോലും താങ്ങാനാവാത്തവരാണ് നാം, ഇഷ്ടമില്ലാത്തവരാണ് നാം. എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, മനസ്സിലാക്കിക്കോ, നാം ആരായിരിക്കണമെന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ മനസ്സിനോട് ശക്തിയുള്ള വാക്കുകൾ പറഞ്ഞ് മനസ്സിനെ ആക്ഷേപിക്കുന്നവനായിരിക്കണം. അതാണ് അന്നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞത്. നാം ചോദിക്കണം, മാദാ അറദ്ത ബികലിമതി, അല്ലയോ മനസ്സേ, ഈ വാക്കുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് തിന്നപ്പോൾ നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് കുടിച്ചപ്പോൾ നീ എന്താണ് ഉദ്ദേശിച്ചത്? ഈ രൂപത്തിൽ ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിനോട് ചോദ്യം ചെയ്യുന്നവനാണ് വിശ്വാസി. വൽ ഫാജിറു യംളി ഖദമ ലാ യുആതിബു നഫ്സഹു. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു തരുന്നു, വിശ്വാസിയല്ലാത്തവന്റെ അവസ്ഥ എന്താണെന്നോ? അവനങ്ങ് പോകും കാറ്റിനൊപ്പം, ഒഴുക്കിനൊപ്പം. ലാ യുആതിബു നഫ്സഹു, തന്റെ മനസ്സിനെ ആക്ഷേപിക്കാത്ത, മനസ്സിന് തരക്കെടില്ല, ഞാൻ ഉഷാറാണെന്ന് മനസ്സിനോട് സ്വയം സംവദിക്കുന്നവനായിരിക്കും മുജ്രിമെന്നാണ് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. സഹോദര, നമുക്ക് മാറാൻ സാധിക്കണം. നാം ഒരിക്കലും നമ്മുടെ മനസ്സിനോട് അങ്ങോട്ട് ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി പറയുന്നവനാകരുത്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെയായിരിക്കണം വിചാരണ എന്ന് പഠിപ്പിക്കുന്നു. റഹിമല്ലാഹു അബ്ദൻ ഖാല ലിനഫ്സിഹി അലസ്തി സാഹിബതു കദാ അലസ്തി സാഹിബതു കദാ അലസ്തി സാഹിബതു കദാ ثم ذمها ثم ختمها ثم ألزمها. സഹോദര, ചിന്തിക്കണം, ആരായിരിക്കണം മുഅ്മിൻ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അള്ളാഹു ഒരു മനുഷ്യന് റഹ്മത്ത് നൽകട്ടെ. ആ അടിമയുടെ പ്രത്യേകത എന്താണെന്നോ, അവന്റെ മനസ്സിനോട് ചോദിക്കും, നീയല്ലടോ മനസ്സേ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്, നീയല്ലേ ഇതിന്റെ ഉത്തരവാദി, നീയല്ലേ ഇതിന്റെ അവകാശി എന്ന് ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ ചോദിക്കും. എന്നിട്ട് ആ മനസ്സിനെ കുറ്റപ്പെടുത്തും, ആക്ഷേപിക്കും, ആ മനസ്സിന്റെ കടിഞ്ഞാണിനെ അവൻ പിടിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ കിതാബുമായി ആ കടിഞ്ഞാണിനെ കെട്ടിയിടും. അവനാണ് വിശ്വാസി. അതാണ് യഥാർത്ഥത്തിലുള്ള ഹിസാബ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. സഹോദര, മൈമൂൻ ഇബ്നു മഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ് മുത്തഖി എന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അത്തഖിയു അശദ്ദു മുഹാസബതൻ ലിനഫ്സിഹി മിൻ സുൽത്താനിൻ ഗാഷിം വമിൻ ശരീകിൻ ഷഹീഹ്. ഒരു ലുബ്ധനായ, പിശുക്കനായ പാർട്ട്ണറേക്കാൾ, കച്ചവടത്തിലെ കൂട്ടുകാരനേക്കാൾ, ഒരു ക്രൂരനായ രാജാവിനേക്കാൾ തന്റെ സ്വന്തം മനസ്സിനെ
കുറ്റവിചാരണ നടത്തുന്നവനാണ് വിശ്വാസി എന്ന് ഇമാം മൈമൂൻ ഇബ്നു മഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. സഹോദരാ, നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാമോ കഴിഞ്ഞുപോയ ഈ പണ്ഡിതന്മാരുടെയും സലഫുകളുടെയും ഒക്കെ ജീവിത രീതി എന്തായിരുന്നു എന്ന്? ഇബ്രാഹിം തമീമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് മുഹാസബത്ത് എന്ന്. മസ്സൽതു നഫ്സി ഫിൽ ജന്ന ആകുലു മിൻ സിമാരിഹാ വഅശ്റബു മിൻ അൻഹാരിഹാ വഉആനിഖു അബ്കാറഹാ ثم مثلت نفسي في النار. അദ്ദേഹം പറയുന്നു, ഞാൻ സ്വയം വിചാരിച്ചു ഞാൻ സ്വർഗത്തിലാണ് എന്ന്. എന്റെ മനസ്സിൽ ഞാൻ കരുതി ഞാൻ സ്വർഗത്തിലാണ് എന്ന്. എന്നിട്ടോ സ്വർഗത്തിലെ കായ്കനികൾ ഞാൻ പറിച്ചു തിന്നുന്നു. അവിടെയുള്ള ആറുകളിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുന്നു. അവിടെയുള്ള തരുണികളുമായി ഞാൻ ആശ്ലേഷിക്കുന്നു. എന്നിട്ടോ ثم مثلت نفسي في النار. പിന്നീട് ഞാൻ അതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഉടനെ തന്നെ ഞാൻ നരകത്തിലാണ് എന്ന് വിചാരിച്ചു. നരകത്തിലുള്ള സഖൂമിൽ നിന്ന് ഞാൻ തിന്നുകയാണ്. നരകത്തിലുള്ള സ്വദീദിൽ നിന്ന് ചലങ്ങളിൽ നിന്ന് ഞാൻ കുടിക്കുകയാണ്. എന്നിട്ട് നരകത്തിലെ ശക്തമായ ചങ്ങലകൾക്കിടയിൽ പെട്ടുപിടയുന്ന അവസ്ഥ ഞാൻ എന്റെ മനസ്സിൽ കണ്ടു. എന്നിട്ട് രണ്ടും എന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയ ശേഷം ഞാൻ ചോദിച്ചു എന്റെ നഫ്സിനോട്, യാ നഫ്സ് അയ്യു ശൈഇൻ തുരീദീൻ, എന്റെ മനസ്സേ നിനക്ക് ഏത് വേണം? ഒന്നാമത്തെ അവസ്ഥ വേണമോ രണ്ടാമത്തെ അവസ്ഥ വേണമോ? ഖാലത്ത്, ആ മനസ്സെന്നോട് പറഞ്ഞു, ഉരീദു അൻ അറുദ്ദ ഇല ദുനിയാ ഫഅഅമലു സാലിഹാ. ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ആണെന്ന വിചാരത്തോടു കൂടിയാണ് ഞാൻ മനസ്സിനോട് സംസാരിച്ചത്, സംവദിച്ചത്, ചോദിച്ചത്. അപ്പോൾ ആ സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള അവസ്ഥയിൽ വെച്ച് മനസ്സെന്നോട് പറയുന്നു, എനിക്ക് ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, അവിടെ വെച്ച് സാലിഹായ അമലുകൾ ചെയ്യണം എന്ന്. ഞാൻ അവിടെ ഒന്നുമായിരുന്നില്ല, ഞാൻ എന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നു. ഖാല, ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഫഅൻതി ഫിൽ ഉംനിയ, അല്ലയോ മനസ്സേ, നീ ആഗ്രഹിച്ചെടുത്ത് തന്നെയാണ് നീ ഇപ്പോഴുള്ളത്, നീ ദുനിയാവിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനസ്സേ, ഫഅമലി ഇദൻ ലിതകൂനി ഫിൽ ജന്നതി ഫീ ദാലിക നഈം. അതുകൊണ്ട് മനസ്സേ, സ്വർഗത്തിന് വേണ്ടി, ആ സുഖത്തിന് വേണ്ടി പണിയെടുത്തോ, പ്രവർത്തിച്ചോ. സഹോദരാ, നമുക്ക് സാധിക്കണം. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം തമീമിയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാം, പച്ചയായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, നമ്മളൊക്കെ സ്വർഗത്തിലോ നരകത്തിൽ ചെല്ലുമ്പോൾ ഖേദിക്കുമെന്ന അവസ്ഥ ശക്തമായി ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഭാവനയിൽ കൊണ്ടുപോയി നോക്കാം. സ്വർഗത്തിലോ നരകത്തിലോ, എന്നിട്ട് മനസ്സിനോട് ഇബ്രാഹിം തമീമി ചോദിച്ചതുപോലെ ചോദിക്കാം, അയ്യ ശൈഇൻ തുരീദീൻ, മനസ്സേ നിന്നെ ഏതാണ് ഉദ്ദേശിക്കുന്നത്? സ്വർഗമാണോ നരകമാണോ നിന്റെ ആഗ്രഹം? മനസ്സ് പറയും നരകത്തിലാണെങ്കിൽ, മനസ്സ് പറയും തീർച്ചയായും ഇല്ല, എനിക്ക് തിരിച്ചു പോകണം ദുനിയാവിലേക്ക്, അമലുസ്സാലിഹാത്തുകൾ ചെയ്യണം, എന്നിട്ട് ആ സ്വർഗീയവാസികളായ അനുഭവിക്കുന്ന സുഖം അനുഭവിക്കണമെന്ന് മനസ്സ് പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. എന്നിട്ട് നമുക്ക് ജീവിതത്തോട് പറയാൻ, മനസ്സിനോട് പറയാൻ കഴിയും, മനസ്സേ നീ ദുനിയാവിൽ തന്നെയാണ്, പ്രവർത്തിച്ചോ, സ്വർഗാവകാശിയാകാനുള്ളത് പ്രവർത്തിച്ചോ. ഈ രൂപത്തിലുള്ള ഒരു വിചാരണക്ക്, മുഹാസബത്തിന് സഹോദര തയ്യാറാവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു, ഇന്ന സായിറ അംറാദിൽ ഖൽബ് ഇന്നമാ തുൻശഉ മിൻ ജാനിബിൻ നഫ്സ്. ഒരുപാട് മാനസിക രോഗങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, മനസ്സിന്റെ മറ്റുള്ള എല്ലാ രോഗങ്ങളെല്ലാം, ഹൃദയത്തിന് ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെല്ലാം വരുന്നത് മനസ്സിന്റെ ഒരു കോണിൽ നിന്നാണ്. ഫൽ മവാദുൽ ഫാസിദതു കുല്ലുഹാ ഇലൈഹാ തൻസബ്ബു. അറിയണം സഹോദര, കേൾക്കണം, ഇതൊരു സത്യമാണ്. മനുഷ്യനെ ചീത്തയാക്കുന്ന മുഴുവൻ പദാർത്ഥങ്ങളും എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്നറിയാമോ? ഒരിക്കലും, നമ്മൾക്കറിയാം, കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞ് പ്രയാസപ്പെടുന്നവരാണ് നാം. എനിക്ക് കൊളസ്ട്രോൾ അധികമാണെന്ന് കേട്ടാൽ പേടിച്ച് പ്രയാസപ്പെട്ട് വ്യായാമം ചെയ്യുന്നവർ, എക്സസൈസ് ചെയ്യുന്നവർ, മരുന്ന് കഴിക്കുന്നവർ, ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ, ചിട്ടപ്പെടുത്തുന്നവർ, ശക്തമായി ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുന്നവർ, ചിന്തിച്ചു നോക്കൂ. വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, മനസ്സിലേക്കാണ് മുഴുവൻ മോശമായ പദാർത്ഥങ്ങളും ചെന്നെത്തുന്നത്. എന്നിട്ട് ഈ മോശമായ എല്ലാ പദാർത്ഥങ്ങളും ആ മനസ്സിൽ നിന്ന് അവയവങ്ങളിലേക്ക് വരുന്നു. ആ അവയവങ്ങളിലേക്ക് വരുന്ന അവിടെ ആദ്യമായി ഈ മോശമായ
കാര്യങ്ങളെല്ലാം എത്തിച്ചേരുക മനസ്സിലേക്കായിരിക്കും, കൽബിലേക്കായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ ജനങ്ങളുടെ മുമ്പാകെ സംസാരിക്കാൻ നിൽക്കുമോ അപ്പോഴെല്ലാം പറയുന്ന ഒരു വാചകം, നാം സംസാരത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ആ വാചകത്തിൽ എന്താണ് അടങ്ങിയത്? അൽഹംദുലില്ലാഹ് നസ്തഈനുഹു വനസ്തഹ്ദീഹി വനസ്തഗ്ഫിറുഹു. അടുത്ത വാചകം വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അർത്ഥമെല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഞാനിതാ എന്റെ നഫ്സിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്നിട്ട് പറയുന്നു വമിൻ സയ്യിആതി അഅമാലിനാ, ചീത്തയായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും രക്ഷ തേടുന്നു. സഹോദര, മനസ്സാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ചീത്തയായ മനസ്സാണ് ചീത്തയായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നടത്തിയ ഈ രക്ഷതേടലുണ്ടല്ലോ, ആ രക്ഷതേടൽ നമുക്കും നടത്താൻ സാധിക്കണം. മനുഷ്യർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ രണ്ട് വിഭാഗമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഏത് വിഭാഗത്തിൽ നാം ഉൾക്കൊള്ളുന്നു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. ഒന്നാമത്തെ വിഭാഗം മനസ്സിനെ ജയിച്ചടക്കാൻ സാധിച്ച വിഭാഗം. അവൻ മനസ്സിനെ അവൻ കീഴ്പ്പെടുത്തും. അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രശ്നമല്ല. അവൻ എന്തൊക്കെ മനസ്സവനെ പ്രേരിപ്പിച്ചാലും എന്തിലേക്കൊക്കെ അവനെ നയിച്ചാലും ശരി ഇല്ല, അവൻ അതിന്റെ പിന്നാലെ പോവുകയില്ല. അവൻ മനസ്സിനെ ഭരിക്കും, മനസ്സവനെ ഭരിക്കുകയില്ല. അതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅമ്മാ മൻ തഗാ ഫഅമ്മാ മൻ അതാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ കീഴടക്കാത്തവന്റെ അവസ്ഥ. നോക്കൂ വാചകം, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിനെ കുറിച്ച് ഭയപ്പെടുകയും എന്നിട്ട് ഇച്ഛയിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ അകറ്റാൻ, വിരോധിക്കാൻ, തടയാൻ സാധിക്കുകയും ചെയ്താൽ സ്വർഗമാണ് അവന്റെ സങ്കേതം. രണ്ടാമത്തെ വിഭാഗം, അവനെ കീഴടക്കിയിരിക്കുന്നു മനസ്സ്. ആ കീഴടക്കിയ മനസ്സിന്റെ അവസ്ഥ, അവനെ മനസ്സാണ് ഭരിക്കുന്നത്. ആ മനസ്സ് അവനെ നശിപ്പിക്കും. ആ മനസ്സവനെ ചീത്തയായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. മനസ്സിന്റെ ഒറിജിനൽ സ്വഭാവം അതാണ്. അത് ചീത്തയിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോവുക. ആ മനുഷ്യന്റെ അവസ്ഥ മനസ്സിനെ കീഴടക്കാൻ സാധിക്കാത്ത, മനസ്സ് കീഴടക്കിയ മനുഷ്യന്റെ അവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സ്വയം വിചാരണക്ക് നാം തയ്യാറാവുക. മുഹാസബത്ത് നടത്തുക എന്നത് ബുദ്ധിയുള്ള, വിജ്ഞാനമുള്ള മുഴുവൻ മനുഷ്യരുടെയും അടയാളമാകണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബുദ്ധിയുള്ള മനുഷ്യൻ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് പണ്ഡിതന്മാർ നമ്മോട് ചോദിച്ചത്. ഒരു മനുഷ്യന് വിജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷേ ആ വിജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അവൻ പ്രവർത്തിക്കുന്നതില്ലെങ്കിൽ എന്തർത്ഥമാണുള്ളത്? കണക്ക് നോക്കാമെന്ന് വിചാരിച്ചാൽ മതിയോ? പോരല്ലോ. ഓരോ ദിവസവും, ഓരോ ആണ്ട് കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുമ്പോഴും കച്ചവടങ്ങൾക്ക് കണക്ക് നോക്കുന്നവർ, കൃഷികൾക്ക് കണക്ക് നോക്കുന്നവർ, ഇവിടെ ബുദ്ധിയുണ്ടെങ്കിൽ, വിജ്ഞാനമുണ്ടെങ്കിൽ ഇതിനും കണക്ക് നോക്കാൻ സാധിക്കണം. സഹോദര, വിജ്ഞാനം എന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് ആയുധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു യോദ്ധാവിന്റെ കയ്യിലുള്ള വാള് പോലെ ആയിരിക്കണം അത്. യോദ്ധാവിന്റെ കയ്യിലുള്ള വാള് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് ഉപകാരമാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ ഒരുപാട് ഭക്ഷണം സൂക്ഷിച്ചു എന്നതുകൊണ്ടൊരു കാര്യവുമില്ല, അവൻ കഴിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് വിവരമുണ്ട്, വിജ്ഞാനമുണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. ആ വിവരവും വിജ്ഞാനവും മുഹാസബത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടിക്കലാക്കാൻ നമുക്ക് സാധിക്കണം, പ്രയോഗവൽക്കരിക്കണം. നാം ഓരോരുത്തരും അത് നടത്തണം. അതാണ് വേണ്ടത്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, മനുഷ്യർ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഒരിക്കലും നാം മനസ്സിനെ ആസ്പദമാക്കി, ഇല്ല എന്റെ മനസ്സ് അതിലേക്കൊന്നും പോവുകയില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ തവക്കുലാക്കി ആസ്പദമാക്കി ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടെ മനസ്സിനെ വളരെ കൃത്യമായ വിചാരണ നടത്തി തന്നെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്.
എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ ഓരോന്നും നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സ്വയം വിചാരണ നടത്തുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, ഓരോ പ്രവൃത്തിയെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യം, പഠിച്ചവരാണെങ്കിൽ ഞാനത് പ്രവർത്തിച്ചോ എന്ന് ചിന്തിക്കണം. ആ അള്ളാഹുവിന് വേണ്ടി ഞാനത് പ്രവർത്തിച്ചോ എന്ന് ചിന്തിക്കണം. ഞാൻ ആ പഠിച്ച കാര്യം എത്തിച്ചു കൊടുത്തോ എന്ന് ചിന്തിക്കണം. അതല്ല മറച്ചു വെച്ചോ എന്ന് ചിന്തിക്കണം. അതല്ല ഞാൻ ഈ പഠിച്ച കാര്യങ്ങളിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. റബ്ബിനെ ഞാൻ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്തോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തയിലൂടെ വിചാരണ നടത്തേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു മനുഷ്യന്റെ സ്വഭാവവും അവൻ ഉൾക്കൊള്ളേണ്ട കാര്യവും. അതുകൊണ്ടാണ് ആ രൂപത്തിൽ മനസ്സിനെ സമാധാനം കൊണ്ടാൽ, ഈ ഒരു കുറ്റവിചാരണ നടത്തി ആ രൂപത്തിൽ മനസ്സിന് സമാധാനമുള്ളവനാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സായൂജ്യമടഞ്ഞ മനസ്സിന്റെ ഉടമേ എന്ന് റബ്ബ് വിളിക്കുന്ന മനസ്സ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ വിചാരണ നടത്തി മുഹാസബത്ത് നടത്തി കണക്ക് നോക്കിയാണ് നാം പടച്ച റബ്ബിനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് സമാധാനത്തോടുകൂടി റബ്ബിനെ സമീപിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തുമഇനീനത്ത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ സമാധാനം ഏതാണ്? എവിടെ നിന്നാ സമാധാനം ഉണ്ടാകുന്നത്? ഈ കണക്ക് നോക്കലിൽ നിന്നാണ് ആ സമാധാനം ഉണ്ടാകുന്നത്. ആ രൂപത്തിലുള്ള ഒരു കണക്ക് നോക്കലാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. ആ സമാധാനമാണ് നമ്മെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലേക്കും അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്കും വിശ്വാസത്തിലേക്കുമൊക്കെ എത്തിക്കുക. ആ ഒരു രൂപവും ചിന്തയുമാണ്, ആ ഒരു സമാധാനമാണ് നാം എല്ലാ സന്ദർഭത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മൂന്നായി മനസ്സിനെ ഖുർആൻ വേർതിരിച്ചു. ഒന്നാമത്തേത് നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ സമാധാനമുള്ള മനസ്സ്, സായൂജ്യമടഞ്ഞ മനസ്സ്. ആ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തിനെയും മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ ഉൾക്കൊണ്ടാൽ, അവന് ആ രൂപത്തിൽ ഗാംഭീര്യത്തെ ഉൾക്കൊണ്ട് മുഹാസബത്ത് നടത്തിയാൽ അവന് സമാധാനമുള്ള മനസ്സിന്റെ ഉടമകളാകാം. രണ്ടാമത്തേത് ഖുർആൻ പഠിപ്പിച്ച മനസ്സ് അൽ അമ്മാറതു ബിസ്സൂ എന്ന മനസ്സാണ്. വളരെ കൃത്യമായി ഖുർആൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെയാണത് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവം അതാണ് എന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതണ്ട മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവം നന്മയാണ് എന്ന് നിങ്ങൾ കരുതരുത്. മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവം തിന്മയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയ മനസ്സൊഴികെ മറ്റെല്ലാ മനസ്സിന്റെയും അവസ്ഥ ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഭൂരിഭാഗം ആളുകളും തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണത്. എന്റെ മനസ്സ് നല്ല മനസ്സാണ് എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും ധാരണ. അല്ല, മനസ്സുകൾ ചീത്തയാണ് സഹോദര. അതിന്റെ അടിസ്ഥാനം ചീത്തയാണ്. ആ ചീത്ത എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിനെ നന്മയിലേക്ക് നയിക്കേണ്ട ബാധ്യത മനുഷ്യനുണ്ട്. നോക്കൂ നിങ്ങൾ, മനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ എന്നതാണ്. അള്ളാഹുവിന് അവിടെ അമ്മാറത്തുൻ എന്നത് ആമിറത്തുൻ എന്ന പദത്തിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അഥവാ ശക്തമായി കൽപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ആമിർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കൽപ്പിക്കുന്നവൻ എന്നതിന്. പക്ഷേ ഖുർആൻ പ്രയോഗിച്ചത് അമ്മാർ എന്നാണ്. അമ്മാർ എന്ന് പറഞ്ഞാൽ ശക്തമായി കൽപ്പിക്കുന്നവൻ എന്നാണ്. മനസ്സിന്റെ അവസ്ഥ അതാണ്, ശക്തമായി കൽപ്പിക്കുന്നു. എന്തിനെയാണ് കൽപ്പിക്കുന്നത്? ഖുർആൻ പറയുന്നു ബിസ്സൂ, ചീത്തയെ കൽപ്പിക്കും മനസ്സ്. മനുഷ്യനോട്, മനുഷ്യന്റെ അവയവങ്ങളോട്, ശരീരങ്ങളോട് തിന്മ ചെയ്യാൻ, ചീത്ത ചെയ്യാൻ സാധാരണ കൽപ്പനയല്ല, അമ്മാറത്തുൻ, ശക്തമായി കൽപ്പിക്കും മനസ്സ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക ഇല്ലാ മാ റഹിമ റബ്ബി, വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കും. അതുകൊണ്ട് സഹോദര മനസ്സിലാക്കിക്കോ, മനസ്സിന്റെ പ്രത്യേകത, മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥയിലാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്തേ നിവൃത്തിയുള്ളൂ? നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്നേ നിവൃത്തിയുള്ളൂ. അത് നാം ഈ മുഹാസബത്ത് നടത്തി നന്മയിലേക്ക് മനസ്സിനെ ക്ഷണിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ.
നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ലാ തഅലമൂന ശൈഅ, ഒരു വിവരവുമില്ലാതെയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ് അലൈഹ, മനുഷ്യനൊരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതി എങ്ങനെ കിട്ടുമെന്ന് നാം മനസ്സിലാക്കണം. ആ മനുഷ്യന്റെ പ്രകൃതി കിട്ടുക പഠനത്തിലൂടെ മാത്രം. ആ യഥാർത്ഥ പ്രകൃതിയിലേക്ക് മനുഷ്യനെത്തുക പഠനത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയുമാണ്. അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ, വിജ്ഞാനം നേടിയിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് ലാ തഅലമൂന ശൈഅ എന്ന ജഹലിലാണ് ഉണ്ടാവുക. ഒന്നും അറിയാത്ത രൂപത്തിൽ പടച്ചുവിട്ട പുറത്തേക്ക് വിട്ട അവസ്ഥയിലായിരിക്കും മനുഷ്യനെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിനെ നന്മയിലേക്ക് നയിക്കാൻ വിദ്യ പഠിക്കണം, ഇൽമ് പഠിക്കണം, വിജ്ഞാനം നേടണം. ഷർറിൽ നിന്ന്, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. ആ രൂപത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രൂപമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം. അതാണ് അല്ലാഹു പഠിപ്പിച്ചത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അല്ലാഹുവിന്റെ ശക്തമായ സംരക്ഷണം, അല്ലാഹുവിന്റെ ഫളലും അല്ലാഹുവിന്റെ അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കാർക്കും മനസ്സിനെ സുരക്ഷിതമാക്കാൻ, സംസ്കരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഫളല് കിട്ടുക, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുക, നാം നന്മ മനസ്സിലാക്കുകയും ആ നന്മയുടെ മാർഗത്തിലേക്ക് തിരിയുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓർക്കുക, മനസ്സിന്റെ അടിസ്ഥാനം തിന്മയാണ് എന്ന് പറയുമ്പോൾ ആരും പേടിച്ചു പോകേണ്ടതില്ല. തിന്മയാകാനുള്ള അടിസ്ഥാനം, തിന്മയാകാനുള്ള കാരണം മനുഷ്യന്റെ അടിസ്ഥാനം അവിവേകമാണ് എന്നതിൽ നിന്നാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒരു വിവരവുമില്ലാതെയാണ് മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് ചീത്തയാണ് എന്ന് പറയുന്നത്. ഈ ചീത്ത മനുഷ്യന് വരിക രണ്ടു സംഗതിയിൽ നിന്നാണ്. ഒന്ന് മനുഷ്യന്റെ അവിവേകത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യത്തിൽ നിന്ന്. നമുക്കറിയാം, പലപ്പോഴും മനുഷ്യനോട് ചീത്ത ചെയ്യാൻ മനസ്സ് കൽപ്പിക്കുക, ആ ചീത്തയിൽ പിടിച്ചു നിൽക്കാൻ കൽപ്പിക്കുക, ആ ചീത്തയെക്കുറിച്ചുള്ള വിവേകമില്ലായ്മയാണ്, വിജ്ഞാനമില്ലായ്മയാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തേത് ആവശ്യമാണ്. ആ തിന്മ ചെയ്യേണ്ടത് തന്റെ ഭൗതിക ജീവിതത്തിലെ നേട്ടത്തിന് ആവശ്യമാണ് എന്ന ഒരു തോന്നൽ മനസ്സ് അവന്റെ ശരീരത്തോട് മന്ത്രിക്കുകയും അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത്. ഇവിടെയാണ് മനുഷ്യൻ മുഹാസബത്ത് നടത്തേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചറബിനെ മനസ്സിൽ വിചാരിച്ചുള്ള ഈ വിചാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ മനസ്സ്, അഥവാ ചീത്തയിലേക്കായിരിക്കും മനസ്സ് പ്രേരിപ്പിക്കുക. മൂന്നാമത്തെ മനസ്സ് അന്നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്. എന്താണ് കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ? ഈ മൂന്നാമത്തെ മനസ്സിന്റെ അവസ്ഥ രണ്ട് രൂപത്തിലും മനസ്സ് കുറ്റപ്പെടുത്തും. ഖൈറായാലും ഷറായാലും മനസ്സ് കുറ്റപ്പെടുത്തും. നന്മ ചെയ്താലും മനസ്സ് കുറ്റപ്പെടുത്തണം, തിന്മ ചെയ്താലും മനസ്സ് കുറ്റപ്പെടുത്തണം. ഉദാഹരണം, ഖിയാമത്ത് നാളിൽ നന്മ ചെയ്തവനാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ, ഖിയാമത്ത് നാളിൽ നല്ല മനുഷ്യന്റെ മനസ്സ് അവനോട് ചോദിക്കും, എന്തുകൊണ്ട് ആ വലിയ ദറജയിലേക്ക് എത്താവുന്ന, ഗ്രേഡിലേക്ക് എത്താവുന്ന നന്മകൾ നീ വർദ്ധിപ്പിച്ചില്ല എന്ന് മനസ്സവനോട് ചോദിക്കും, കുറ്റപ്പെടുത്തും അവൻ. അതുപോലെ തന്നെയാണ് തിരിച്ചും. ചീത്തയാണെങ്കിൽ നരകം മുമ്പിൽ കാണുമ്പോൾ അവൻ സ്വയം, ആ മനസ്സവനെ കുറ്റപ്പെടുത്തും, എന്തുകൊണ്ടോ നീ നരകാവകാശിയാകുന്ന പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടു എന്ന്. ഇതിനെക്കുറിച്ച് നാം വളരെ കൃത്യമായി ചിന്തിക്കണം. അപ്പോ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്ഷേപത്തിന്റെ സ്വരമുണ്ടെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം അനുകരണീയമാണ്, ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്ന മനസ്സിന്റെ ഉടമയെയും പ്രകീർത്തിക്കുകയും അതുകൊണ്ട് സത്യം ചെയ്തു പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആകാം എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നാം കരുതരുത്, ഒരിക്കലും എല്ലാവരുടെയും മനസ്സ് എല്ലാ സന്ദർഭത്തിലും ഒന്നാമത് പറഞ്ഞ മനസ്സാകുമെന്ന്, മുത്മഇന്ന എന്ന മനസ്സാകുമെന്ന് ആരും കരുതരുത്. ചിലപ്പോൾ മുത്മഇന്നയാകും, അന്ന് തന്നെ, അതേ ദിവസം തന്നെ, അടുത്ത മിനിറ്റിൽ പക്ഷേ രണ്ടാമത്തെ അമ്മാറത്തുൻ ബിസ്സൂ, തിന്മയെ പ്രേരിപ്പിക്കുന്ന, തിന്മയെ കൽപ്പിക്കുന്ന മനസ്സാകും. ഒരു പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ലവ്വാമയാകും, ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന മനസ്സാകും. ഇത് മനസ്സുകളുടെ പ്രത്യേകതയാണ്. നാം മനസ്സിലാക്കേണ്ടത്, ആ മനസ്സുകളെ, ആ രൂപത്തിൽ റബ്ബ് പടച്ച മനസ്സുകളെ കുറ്റപ്പെടുത്തുന്ന, ആ വിചാരണ നടത്തുന്ന, ഹിസാബ് നടത്തുന്ന ആളുകളാകാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അവിടെയാണ് സഹോദരങ്ങളെ നാം വിജയിക്കുക. ഈ
മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത് സകലവിധ തിന്മകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ നാം അടിസ്ഥാനപരമായി മനസ്സുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന് മുഹാസബത്ത്, ആ മുഹാസബത്തിനോടനുബന്ധിച്ച് വരേണ്ടത് മുഖാലഫത്ത്. രണ്ടും അനുബന്ധമായി വരേണ്ടതാണ്. എന്താണ് മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ? വിചാരണ നടത്തുക എന്ന്, നാം കണക്ക് നോക്കുക എന്ന്. വിചാരണ നടത്തി കണക്ക് നോക്കി, എന്നിട്ടോ തെറ്റാണെങ്കിലോ നമുക്ക് മുഖാലഫത്ത് വേണം. ആ തെറ്റായ മാർഗത്തോട് നാം സലാം പറയണം, അതിനോട് ഭിന്നമായി പെരുമാറണം, അതിൽ നിന്ന് നാം ഒഴിവാക്കണം. ഇത് രണ്ടുമുണ്ടെങ്കിലേ, മുഹാസബത്തും മുഖാലഫത്തും ഉണ്ടെങ്കിലേ മനുഷ്യന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ മുഖാലഫത്തില്ലെങ്കിൽ, മുഹാസബത്തുണ്ട് മുഖാലഫത്തില്ലെങ്കിലോ മനുഷ്യൻ നഷ്ടത്തിൽപ്പെട്ടു പോകും. കാരണം അവൻ ആ അതിന്റെ വഴിയിൽ പോകട്ടെ എന്ന് വിചാരിച്ച് അതിനെ ആ വഴിയിലേക്ക് വിടുന്ന അവസ്ഥ വരും. അതൊരിക്കലും നമുക്ക് പാടില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ വരികൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നിങ്ങൾ നിങ്ങളെ സ്വയം വിചാരണ ചെയ്യണം. ഒരു വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ്, അഥവാ ഖിയാമത്തിലുള്ള നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്ന് തൂക്കി നോക്കണം. റബ്ബിന്റെ മീസാനിൽ വെച്ച് അത് തൂക്കുന്നതിന് മുമ്പ് ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകുമുൽ യൗം. ഇത്തരത്തിലുള്ള ഒരു വിചാരണയും ഇത്തരത്തിലുള്ള ഒരു തൂക്കവും നടത്തുന്നത് തീർച്ചയായും നാളെ നിങ്ങൾക്ക് റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ എളുപ്പമാകാൻ കാരണമാണ് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. സഹോദരാ, ഇവിടെ വെച്ച് ഇന്നു മുതൽ നാം നമ്മുടെ മനസ്സിനെ ഈ രൂപത്തിലുള്ള ഒരു വിചാരണയ്ക്ക് വിധേയമാക്കാൻ സന്നദ്ധരാകുന്നില്ല എങ്കിൽ തീർച്ചയായും ഖേദിക്കേണ്ടി വരുമെന്ന വസ്തുത നാം ഓർക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാം ഹസൻ ഇബ്നു അലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ ലാ യസാലു ബിഖൈരിൻ മാ കാന ലഹു വാഇദുൻ മിൻ നഫ്സിഹി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ നന്മയിലായിക്കൊണ്ടേയിരിക്കും, അവനെ നന്മ അവന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എപ്പോൾ? മാ കാന ലഹു വാഇദുൻ മിൻ നഫ്സിഹി, തന്റെ മനസ്സിൽ നിന്നുള്ള ഒരു വാഇദ്, ഒരു ഉപദേശകൻ അവന്റെ കൂടെ ഉണ്ടായാൽ മനസ്സവനെ ഉപദേശിക്കണം. എന്നിട്ട് വകാനത്തിൽ മുഹാസബതു മിൻ ഹിമ്മതിഹി, അവന്റെ ഹിമ്മത്ത്, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഹാസബത്താവുകയും വേണം. അപ്പോൾ ഒരു മനുഷ്യൻ നന്മയിലായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദര, നമ്മുടെ മനസ്സിനകത്തൊരു ഉപദേശകൻ, ആ മനസ്സ് നമ്മോട് ഇങ്ങനെ പറയുന്നു, ഈ വഴിയിലേക്ക് പോകുമ്പോൾ അതിലെ പ്രവേശിക്കരുത്, അത് തെറ്റായ വഴിയാണ്. ഇതിലെ പോകുമ്പോൾ ഇതിലെ പ്രവേശിച്ചുകൂടൂ, അതാണ് ശരിയായ വഴി. ഈ വഴിയിലൂടെ നിങ്ങൾ പോയാൽ അത് ദുർമാർഗത്തിന്റെ വഴിയാണ് എന്ന് പറഞ്ഞു തരാവുന്ന ഒരു മനസ്സ്. ആ വാതിൽ ഒരിക്കലും നിങ്ങൾ തുറക്കരുത്, ആ കർട്ടൻ നിങ്ങൾ ഒരിക്കലും പൊക്കരുത്, ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കരുത്, ആ റോഡിലൂടെ നിങ്ങൾ പോകരുത്, ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ നമ്മുടെ മനസ്സിനകത്തൊരു ഉപദേശകൻ ഉണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നോക്കൂ നിങ്ങൾ, മൈമൂൻ ഇബ്നു മഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ കൂടി പറയുന്നു, അന്നഫ്സു കശ്ശരീകിൽ ഖവ്വാൻ. മനസ്സെന്ന് പറയുന്നത് ഒരു 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 ഖവ്വാനായ, ഒരു വഞ്ചന നടത്തുന്ന കൂട്ടുകച്ചവടക്കാരനെ പോലെയാണ്. നമ്മളെ കൂടെ കച്ചവടം നടത്തുന്ന ഒരുത്തൻ, അവൻ വഞ്ചകനാണെന്ന് വെക്കുക, അവനെ പോലെയാണ് മനസ്സ്. ഇല്ലം തുഹാസിബഹു, ഈ വഞ്ചകനായ കൂട്ടുകച്ചവടക്കാരനെ നീ വിചാരണ നടത്തിയില്ലെങ്കിൽ ദഹബ ബിമാലിക, നിന്റെ സ്വത്തുമായി അവൻ പോകും. അത് തന്നെയാണ് മനസ്സിന്റെയും കഥ. അതുകൊണ്ട് മനസ്സ് നിന്റെ സ്വത്തുമായി, നിന്റെ ജീവിതമാകുന്ന സ്വത്തുമായി മനസ്സ് പോകാതിരിക്കാൻ മനസ്സിനോട് വിചാരണ നടത്തണം. ഈ വഞ്ചകനായ കൂറുകച്ചവടക്കാരനെ വിചാരണ നടത്തുന്നത് പോലെ സഹോദര, സമയം അതിക്രമിച്ചിരിക്കുന്നു. വിചാരണ നടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം വിചാരണ നടത്തേണ്ടത് എപ്പോഴാണ് നാം മനസ്സിലാക്കുക. രണ്ട് സന്ദർഭങ്ങളിലാണ് വിചാരണ നടത്തേണ്ടത്. ഒന്നാമത്തേത്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിചാരണ നടത്തണം. അയാളെന്ന് വിളിക്കുന്നു. പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിചാരണ നടത്തണം. പ്രവർത്തിച്ച ശേഷം വിചാരണ നടത്തുകയല്ല ആദ്യത്തേത് വേണ്ടത്. മുഹാസബത്തുൻ നഫ്സി ഖബ്ലൽ അമൽ. നമുക്കറിയാം, നമ്മുടെ മനസ്സിനകത്ത് ഉദ്ദേശങ്ങൾ ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മുഹാസബത്ത് തുടങ്ങാൻ സാധിക്കണം. എന്നിട്ടോ ആ ആഗ്രഹങ്ങളുടെ മുമ്പിൽ, ആദ്യമായി തന്നെ ആഗ്രഹങ്ങളെ മുമ്പിൽ വെച്ച് നാം മുഹാസബത്ത് നടത്തിയാൽ നാം ഒരിക്കലും പിന്നീട് അബദ്ധത്തിൽ ചാടുകയില്ല.
ഇത് എനിക്ക് നന്മയാണോ അല്ലയോ എന്ന് ചിന്തിക്കാവുന്ന ഒരവസ്ഥ. ഇത് നന്മയാണെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകും, നന്മയല്ലെങ്കിൽ ഞാനത് ഉപേക്ഷിക്കും എന്നത് അവിടെ വെച്ച് വിചാരണ നടത്തുമ്പോഴാണ് നമുക്ക് സാധിക്കുക. അതാണ് ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, റഹിമല്ലാഹു അബ്ദൻ വഖഫ ഇൻദ ഹമ്മിഹി യുഹാസിബു ഫഇൻ കാന ലില്ലാഹി മദാ വഇൻ കാന ലിഗൈരിഹി തഅഖറ വലം യഅമൽ. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, അല്ലാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവൻ വിചാരണ നടത്തുന്ന ആദ്യത്തെ സമയത്ത് തന്നെ, അവൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ സമയത്ത് തന്നെ അവൻ അവിടെ നിൽക്കും, എന്നിട്ടൊന്ന് ചിന്തിക്കും, എന്നിട്ട് സ്വയം വിചാരണ നടത്തും. നല്ലതാണെങ്കിൽ മുമ്പോട്ട് പോകും, ചീത്തയാണെങ്കിൽ അതിനെ പിടിച്ചു വെക്കും. അതാണ് യഥാർത്ഥത്തിൽ നാം ഒക്കെ ചെയ്യേണ്ട ഒന്നാമത്തെ മുഹാസബത്ത്. ആ മുഹാസബത്ത് നടത്തിയെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് സമയം നഷ്ടപ്പെടുകയില്ല, ധനം നഷ്ടപ്പെടുകയില്ല, നമ്മുടെ മാൻ പവർ നഷ്ടപ്പെടുകയില്ല, ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. അതാണ് ഒന്നാമത്. ആ വിചാരണയിൽ നാം ഉൾപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പുള്ള വിചാരണയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാമത്തെ കാര്യം, ആ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രവൃത്തി ചെയ്യുന്നതാണോ ഉപേക്ഷിക്കുന്നതാണോ എനിക്ക് നന്മ എന്നതാണ്. രണ്ടാമത്തേത്, ഈ പ്രവൃത്തി ചെയ്യുന്നതാണോ ഉപേക്ഷിക്കുന്നതാണോ എനിക്ക് നന്മ. മൂന്നാമത്തേത്, ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ അല്ലയോ എന്നതാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോന്നും, ഓരോ ക്വസ്റ്റ്യന് മുമ്പിലും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. നാലാമത്തേത്, ഈ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് എന്ത് സഹായം എവിടെ നിന്ന് കിട്ടുമെന്നാണ്. സഹായം കിട്ടാത്ത പ്രവൃത്തി, അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന പ്രവൃത്തിയായിരിക്കണം നാം ചെയ്യേണ്ടത്, അല്ലാത്ത പ്രവർത്തനം നാം ചെയ്യരുത്. ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പുള്ള വിചാരണയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ മുഹാസബത്ത് പ്രവർത്തിച്ച ശേഷമുള്ള മുഹാസബത്താണ്. അത് 3 തരമാണ്. അതിൽ ഒന്നാമത്തേത്, പ്രവർത്തിച്ച ശേഷമുള്ള മുഹാസബത്തിലെ ഒന്നാമത്തേത്, മുഹാസബത്തുഹാ അലാ തഅത്തിൻ ഖസ്സർത ഫീഹാ മിൻ ഹഖില്ലാ. അള്ളാഹുവിന് കൊടുക്കേണ്ട, അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ, അള്ളാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയ വിഷയത്തിലുള്ള മുഹാസബത്ത് വേണം. ഉദാഹരണമായി, നമസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെട്ടു എന്ന വിഷയത്തിൽ വിചാരണ നടത്തണം നാം. അത് വീഴ്ചയാണ്. അതുപോലെ തന്നെ നോമ്പ് നോറ്റു, പക്ഷേ ആ നോമ്പ് പൂർണ്ണമായ നോമ്പായോ ഇല്ലയോ എന്നതിലൊരു വിചാരണ വേണം. ഹജ്ജ് ചെയ്തു, പക്ഷെ ഹജ്ജ് പരിപൂർണമായോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള വിചാരണ വേണം. ആ ഒരു വിചാരണ നിർബന്ധമാണ്. അതുപോലെ അത് നിർവഹിക്കേണ്ട രൂപത്തിലാണോ നിർവഹിച്ചത്, സുന്നത്തായ രൂപത്തിൽ തന്നെയാണോ, റസൂലുള്ള പറഞ്ഞ രൂപത്തിൽ തന്നെയാണോ ചെയ്തത്, വല്ല ന്യൂനതയും വന്നിട്ടുണ്ടോ, ഇത് കൃത്യമായി നാം എന്ത് ചെയ്യണം. നാം ഒരു മുഹാസബത്ത്, ഇത് പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള മുഹാസബത്ത് ഒന്നാമതായി വേണ്ടത് വീഴ്ച പറ്റിയ വിഷയങ്ങളിലാണ്. അത് നാം ആ ഒരു വിചാരണ നടത്തിയാൽ, ആ ഒരു വിചാരണയിൽ അള്ളാഹുവിന്റെ ഹക്ക് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് നാം നോക്കണം. ആ പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ട വിഷയങ്ങൾ 6 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇഖ്ലാസ്, വീഴ്ചയിലുള്ള മുഹാസബത്തിൽ നമുക്ക് അബദ്ധം പറ്റിയോ ഇല്ലയോ എന്ന പ്രവർത്തിച്ച ശേഷമുള്ള വിചാരണയിൽ നാം ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പ്രവൃത്തിയിൽ ഇഖ്ലാസ് വന്നോ എന്നത്. രണ്ടാമത്തേത്, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിനോടായിരുന്നോ ഗുണകാംക്ഷ എന്നത്. മൂന്നാമത്തേത്, റസൂലിനെ മുതാബഅത്ത് ചെയ്തുവോ, റസൂലിന്റെ ഇത്തിബാ അനുസരിച്ചു ആണോ ആ പ്രവൃത്തി പ്രവർത്തിച്ചത് എന്നത്. നാലാമത്തേത്, ആ വിഷയം ചെയ്യേണ്ട വിധം ഭംഗിയായി, കൃത്യമായി, പൂർണ്ണമായി ചെയ്തോ ഇല്ലയോ എന്നത്. അഞ്ചാമത്തേത്, ഈ വിഷയം ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് തനിക്കുണ്ടായോ ഇല്ലയോ എന്നത്. അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തന്നോ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായോ ഈ വിഷയത്തിൽ എന്നത്. ആറാമത്തേത്, താൻ ഈ പ്രവർത്തിച്ച പ്രവർത്തനത്തിൽ തീർച്ചയായും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഓരോ മനുഷ്യനും കരുതണം. കാരണം നമ്മൾ എത്ര തന്നെ ശക്തമായി, ഭംഗിയായി, പൂർണ്ണമായി പ്രവർത്തിച്ചാലും അതിൽ വീഴ്ച വരും. ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണത്. അതാണ് പ്രവർത്തിച്ച ശേഷമുള്ള വിചാരണയിലെ, വീഴ്ചാ സംബന്ധമായ വിചാരണയിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മുഹാസബത്തു അലാ അമലിൻ കാന തർക്കുഹു ഖൈറുൻ മിൻ ഫിഅലിഹി. ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം പ്രവർത്തിച്ചു, പക്ഷേ നമുക്ക് പ്രവർത്തിച്ച ശേഷം മുഹാസബത്ത് നടത്തിയപ്പോൾ നമുക്ക് തോന്നി അത് ഉപേക്ഷിക്കലായിരുന്നു പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് എന്നത്. ഇത് തീർച്ചയായും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ അത് ഏത് മനുഷ്യനും സംഭവിക്കാവുന്നതാണ്. ഒരു കാര്യം ചെയ്തു, പക്ഷെ ചെയ്ത ശേഷം തോന്നുകയാണെന്ത്, ഒരു വിചാരണ നടത്തിയപ്പോൾ തോന്നി അത് ചെയ്യാതിരിക്കുകയായിരുന്നു ചെയ്തത് അബദ്ധമായി പോയല്ലോ എന്ന്. സ്വാഭാവികമാണ്, മനുഷ്യന് അത്തരം വിചാരമുണ്ടാകാം. പ്രത്യേകിച്ച് തെറ്റ് ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന മനുഷ്യന് ഇത് കൂടുതൽ ഉണ്ടാകും. ഏത് സമയത്തും അത് നന്മയാണോ തിന്മയാണോ എന്ന് നോക്കാതെ ചെയ്യുന്ന മനുഷ്യനാണ് ഈ അബദ്ധത്തിൽ പെട്ടുപോവുക. പലപ്പോഴും
പലപ്പോഴും നല്ല മനുഷ്യർക്കും ഇത് പെട്ടുപോകും. ഉദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഖിയാമുൽ ലൈൽ ദീർഘമായി നിന്ന് നമസ്കരിച്ചു, പക്ഷേ ഫജ്ർ ആയപ്പോൾ ഒരാൾ കിടന്നുറങ്ങി, അയാൾക്ക് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾ ഏത് ഉപേക്ഷിക്കണം? ആദ്യത്തെ ഖിയാമുൽ ലൈൽ ഉപേക്ഷിക്കണം. അതാ പറഞ്ഞത്, ചില പ്രവർത്തിച്ച ശേഷം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാകും. അവിടെ അയാൾ ഖിയാമുൽ ലൈൽ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സംഗതികൾ പറഞ്ഞു തന്ന സ്ഥലം. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിക്കുകയും ചെല്ലുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചില ദിക്റുകളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ജാമിയായി പറഞ്ഞു തന്ന ദിക്റുകൾ, അഥവാ വല്ലാത്ത ഗൗരവമുള്ള ഖനമുള്ള വലിയ ദിക്റുകൾ. അതിൽപ്പെട്ട ഒന്നാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സുബ്ഹി നമസ്കരിച്ച് വീട്ടിലേക്ക് വന്നപ്പം അദ്ദേഹത്തിൻ്റെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ റസൂലുള്ള പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്നപ്പോഴും അവർ ദിക്റിൽ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്ത് സലാസ മറാത്ത്. ഉമ്മു സലമയോട് പറയാണ്, ഉമ്മു സലമ, നിന്റെ അടുത്ത് വിട്ട ശേഷം ഞാൻ 4 വാക്കുകൾ പറഞ്ഞു. ആ 4 വാക്കുകൾ 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ലൗ വസൻതു ബിമാ ഖുൽതി ലവസൻതുഹുന്ന. നീ പറഞ്ഞതും ഞാൻ പറഞ്ഞതും കൂടി തൂക്കിയാൽ അതിന്റെ തൂക്കം ഒന്നായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി സിനത അർശിഹി, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. അപ്പം റസൂൽ അങ്ങനെ പഠിപ്പിച്ചു തരുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റ്